ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നീളമുള്ള മുടി ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? പക്ഷേ പലപ്പോഴും പല പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അത് നമ്മളെ ഡിപ്രഷനിലേക്ക് നയിക്കാറുണ്ട്. ചിലരെങ്കിലും ഡിപ്രഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് തടയാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഫലപ്രദമായ ടിപ്പാണ്. അപ്പോൾ ഇതെൻ്റെ മുടിയാണ്. എനിക്ക് ഈ കഴിഞ്ഞ പോലെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഹോം റെമഡീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് മുടി ഒന്ന് ശരിയാക്കി എടുത്തത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാൻ പോവാണേ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചൊരു ചൂടുവെള്ളം ഒരു ബൗളിലെടുക്കാം. എന്നിട്ട് അതിലേക്കൊരു ചെറിയൊരു ബൗൾ ഇറക്കി വെക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് വിറ്റാമിൻ ഇ. നമ്മുടെ ഫുഡിലൂടെ നമ്മൾ വിറ്റാമിൻ ഇ കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും പുറമേ നിന്നും കൂടി നമ്മൾ കൊടുക്കേണ്ട ഒരു സപ്ലിമെൻ്റാണ് ഇത്. എന്ന് വെച്ചാൽ സ്കിന്നിന് നല്ല തിളക്കം തരാനും ഹെയറിന് നല്ല തിളക്കം തരാനും നല്ല ലെങ്ത്ത് കിട്ടാനും ഹെയർ ഫോൾ തടയാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ റെഗുലർലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഹെയർ ഫോൾ റീസെൻ്റ്ലി ആയിട്ടുള്ള ഹെയർ ഫോളും ഒരു പരിധിവരെ തടയുന്നത് ഈ ഒരു റെമഡിയാണ്. അപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഓയിൽ ഉണ്ടെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിൽ ഇട്ടാലും മതി. അപ്പോൾ ഞാൻ ഈ പാരച്യൂട്ടിൻ്റെ ഓയിലാണ് എടുത്തത്. ഇനിയാണ് നമ്മുടെ ഈ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വിറ്റാമിൻ ഇ. അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ക്യാപ്സ്യൂളാണ് എടുത്തത് കേട്ടോ. അപ്പോൾ 3ഉം ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വിറ്റാമിൻ ഇ പല കമ്പനീസിൻ്റെ കിട്ടാറുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കാർബമൈഡ് 14 അപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും യൂസ് ചെയ്യാം. ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ രാത്രി കിടന്നാലോ രാവിലെ അത് കഴുകാം. ഓവർനൈറ്റ് യൂസ് ചെയ്യാം. പക്ഷെ അതിലധികം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇനി അടുത്തൊരു ഹോം റെമഡി ഞാൻ പറയാൻ പോകുന്നത് അതും വിറ്റാമിൻ ഇ യൂസ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് അലോവേര ഞാൻ എടുക്കുന്നുണ്ട്. അലോവേര ജെൽ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ജെൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതുപോലുള്ള ട്യൂബ്സ് വാങ്ങിയിട്ട് അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളായൊരു സാധനമാണ് കേട്ടോ. ഹെയറിനായാലും ഫേസിനായാലും നമുക്ക് അലോവേര യൂസ് ചെയ്യാം. അലോവേര ജെൽ വെറുതെ മസാജ് ചെയ്താലും നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഗുലാബ് ജെൽ. ആ ഗുലാബ് ജെൽ ഇതിലേക്ക് ചേർക്കാം. ഏകദേശം 1 സ്പൂണൊക്കെ മതി കേട്ടോ. അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു ജെല്ലുണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു വൈറ്റ് കളർ വരും കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഞാൻ എടുക്കുന്നത് ഈ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് കേട്ടോ. ആ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാനൊരു 2 എടുക്കുന്നുണ്ട്. 2 എടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഹെയറിന് ചെയ്ത പോലെ തന്നെ ചെറിയൊരു കട്ട് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇടണം. എന്നിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മിക്സർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മുടെ ഫേസിലൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ഈ അപ്വേർഡ്സായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്യണം. എന്നിട്ട് അതുപോലെ വെക്കുക. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മുഖം കഴുകാം. നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്. ചില ഷോർട്സിലുണ്ടാവും ഡയറക്റ്റായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ തലയിൽ തേക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചാൽ ആ സ്റ്റിക്കി ടെക്സ്ചറുണ്ട്. നമ്മൾ കഴുകുമ്പോൾ അത് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ ഹെയർ ഫോളിന് കാരണം എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മയാണ്, നല്ലോണം വെള്ളം കുടിക്കാത്തതാണ്, വെജിറ്റബിൾസ് അധികം കഴിക്കാത്തതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഹെയർ ഫോളൊക്കെ തടയാൻ പറ്റും. പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് മുടി നന്നായി മടഞ്ഞ് കെട്ടിയിട്ട് കിടന്നാൽ ഈ ഹെയർ ഫോൾ തടയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തണം.